പാലക്കാട് പൊൽപ്പുള്ളിയില് കാറിന് തീ പിടിച്ചു. കാറ് പൊട്ടിത്തെറിച്ചു. 2 കൊച്ചു കുട്ടികൾ മരിച്ചു. അവരുടെ അമ്മയ്ക്ക് പരിക്കുണ്ട്. വല്യമ്മയ്ക്ക്, കൊച്ചുകുട്ടികളുടെ വല്യമ്മയ്ക്കും ഗുരുതരാവസ്ഥയിൽ എറണാകുളം ആശുപത്രിയിലാണ്. പാലക്കാട് 4 വയസ്സുള്ള എമിലീന, 6 വയസ്സുകാരൻ ആൽഫ്രഡ്, അവരുടെ അമ്മ എൽസി, ഇവർ 3 പേരും ഈ പൊട്ടിത്തെറിയോടുകൂടി ഗുരുതരാവസ്ഥയിലായിരുന്നു. അവർക്കൊരു കാറുണ്ടായിരുന്നു. ഇവിടെ അവർക്ക് ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി ആ കാറിലെ ഈ കൊച്ചുകുട്ടികളെയും അവരുടെ അമ്മയും അവരുടെ വല്യമ്മ എൽസിയും ആയിട്ട് കാറിൽ കയറി വെളിയിൽ പോകാനായിട്ട് കാറിലെ താക്കോലിട്ട് അവർ കാർ സ്റ്റാർട്ട് ചെയ്തു. കാർ പൊട്ടിത്തെറിച്ചു. അവിടെ മുഴുവൻ തീപടലമായി. ആൾക്കാരെല്ലാം ഓടിക്കൂടി തീ കെടുത്തി. ഗുരുതരാവസ്ഥയിൽ പൊള്ളലേറ്റ 2 കൊച്ചുകളെയും അവരുടെ വല്യമ്മയും, അവരെ ഏകദേശം 10-60-70% പൊള്ളലേറ്റിരുന്നു. കുട്ടികൾ 6 വയസ്സും 4 വയസ്സും ഉള്ളതുകൊണ്ട് അവർക്കൊരു 40-50% പൊള്ളലേറ്റ് കഴിഞ്ഞാലും അവരെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 3 പേരെയും എറണാകുളത്ത് കൊണ്ടുപോയി അവിടെ കൊച്ചിൻ മെഡിക്കൽ സെന്ററിൽ അഡ്മിറ്റ് ചെയ്തു. 3 പേരും, 2 പേരും മരിച്ചു. വല്യമ്മ ഗുരുതരാവസ്ഥയാണ്. എൽസിയുടെ എന്ന ആ നഴ്സാണ്. അവരെ മൂത്ത മകളുണ്ട്. ആ കൊച്ചിനും പരിക്കേറ്റിരുന്നു. 10 വയസ്സുകാരിയാണ്. അപ്പൊ ഈ കാറിലെ ആ 3 മക്കളും അമ്മ എൽസിയും വല്യമ്മയും കാറിൽ കയറി വെളിയിൽ പോകാനായിട്ട് വീടിന്റെ മുറ്റത്ത് ഇട്ടിരുന്ന കാറിൽ കയറിയിട്ടാണ് അമ്മ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെ എൽസി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. കാറിന്റെ പിന്നില് അവിടെ ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു. അതാണ് പൊട്ടിത്തെറിച്ച് ഇത്ര ഭീകരമായ ഒരു തീ ആളിക്കത്തലും ആ പൊട്ടിത്തെറിയും ഉണ്ടാകാൻ കാരണം ഗ്യാസ് സിലിണ്ടർ ആണെന്ന് പറയുന്നു. ഗ്യാസ് സിലിണ്ടർ ഈ കാറിന്റെ പിന്നില് നമ്മളെല്ലാവരും കാറിൽ പോയി ഗ്യാസ് സിലിണ്ടർ എടുത്തുകൊണ്ട് വരിക പതിവാണ്. പക്ഷെ ആ ഗ്യാസ് സിലിണ്ടർ കാറിൽ ഇരുന്ന് അവരുടെ വീടിന്റെ മുറ്റത്ത് വെയിലത്തിരുന്ന് അത് നന്നായിട്ട് ഹീറ്റായിട്ട് ഇരിപ്പുണ്ടാവണം. ആ സമയത്ത് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്പാർക്ക് മതി. ആ ഗ്യാസ് സിലിണ്ടറിൻ്റെ അവിടെ എവിടെയെങ്കിലും ആ സ്പാർക്ക് പെട്ടെന്ന് നല്ല ഹീറ്റായിട്ടിരിക്കുന്നതുകൊണ്ട്, ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു സ്പാർക്കിൽ അത് പൊട്ടിത്തെറിക്കും. അതിഭീകരമായ ഒരു ദൃശ്യമായിരിക്കും ഗ്യാസ് പൊട്ടിത്തെറിച്ചാൽ കാണുന്നത്. ആ കാറുകൾ കംപ്ലീറ്റ് കത്തിപ്പോയി. അതേസമയത്ത് 10 വയസ്സുകാരിയും അമ്മയ്ക്ക് എൽസിക്കും സർവൈവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 2 കൊച്ചുങ്ങൾ 4 വയസ്സും 6 വയസ്സും മരിച്ചുപോയി. വല്യമ്മയും ഗുരുതാവസ്ഥയിൽ തന്നെയാണ്. അമ്മയും 10 വയസ്സുകാരിയും സർവൈവ് ചെയ്യാനാണ് സാധ്യത എന്നും. എന്നാലും 10 വയസ്സുകാരി അപകട അവസ്ഥയിൽ നിന്ന് മാറിക്കഴിഞ്ഞു എന്നാണ് വരുന്നത്. പൊട്ടിത്തെറി ശബ്ദം കേട്ട് ചുറ്റുമുള്ള നാട്ടുകാരെല്ലാം ഓടിക്കൂടി അവർ തീ കെടുത്തി. അങ്ങനെയാണ് ഇവരെ കാറിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. കേരളത്തിലെ പല സ്ഥലത്തും ഇതുപോലെയുള്ള പൊട്ടിത്തെറികൾ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. ഹൈലി റിസ്ക്കിയാണ് കാറിനകത്ത് നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോകുന്നത്. ഒറ്റയ്ക്ക് ആരെങ്കിലും കൊണ്ടുപോയാൽ തന്നെ കുട്ടികളും ഭാര്യയുള്ള സമയത്ത് ഈ ഗ്യാസ് കൊണ്ടുപോകരുത്. കാരണം ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ചിലർ, ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ എനിക്കറിയില്ല, അവർ പെട്രോളിന് വില കൂടിയ സമയത്ത് ഇത്രയും വില വന്നപ്പോൾ അവർക്ക് അത് താങ്ങാൻ പറ്റാതെ ചില ആൾക്കാർ അവരുടെ വാഹനത്തിലെ ഗ്യാസ് കൊണ്ട് വാഹനം ഓടിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും പല സ്ഥലത്തും റെയറായിട്ടെങ്കിലും അത് ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതൊക്കെ ഹൈലി റിസ്കി ആയ കാര്യങ്ങളാണ്. അങ്ങനെയുള്ളവർ ആ കാറ് അടിയന്തരമായിട്ട് അതിൻ്റെ ഇപ്പോഴത്തെ ഡിവൈസ് മാറ്റണം. അതിനകത്ത് ഗ്യാസിനുള്ള കത്തിച്ച് വണ്ടി ഓടിക്കുന്ന പരിപാടി നിർത്തണം. എല്ലാവരും ഇതൊരു പാഠമായിട്ട് കാണണം. കാരണം ഈ പൊട്ടിത്തെറിയിൽ എത്ര ഭീകരമായ പൊട്ടിത്തെറി ഉണ്ടാവും. അതുതന്നെയല്ല, അതിനകത്ത് പലരും ഗ്യാസ് കൊണ്ട് വണ്ടി ഓടിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് പെട്രോൾ ആണെങ്കിലും പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ ഗ്യാസിലോട്ട് പോകും, അല്ലെങ്കിൽ ഗ്യാസിൽ ചിലപ്പം തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പെട്രോൾ തുടങ്ങുന്നതാണ്. ഇതെല്ലാം രണ്ടും എക്സ്പ്ലോഡ് ചെയ്യുന്നതാണ് ഒരു തീ വന്നു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ വളരെ റയറായിട്ട് അങ്ങനെ വാഹനം പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും അത് വൈൻഡപ്പ് ചെയ്യണം, അത് സ്റ്റോപ്പ് ചെയ്യണം. അതുപോലെ ഗ്യാസ് കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ വീട്ടുകാരും കൊച്ചുങ്ങളും കുട്ടികളുമായിട്ട് ഇരുന്ന് കൊണ്ടുപോകരുത്. അത് റിസ്ക്കാണ്. അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇപ്പം പൊൽപ്പുള്ളി പാലക്കാട്ട് നടന്നത്. അതുകൊണ്ട് ഇതൊരു പാഠമായിരിക്കട്ടെ എല്ലാവർക്കും.